നിന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ഖബറിന്റെ അകത്തേക്ക് ഇറക്കി വെച്ചു. അവിടെ നിന്നുകൊണ്ട് കരുണക്കടലായ പടച്ചവനോട് ദുആ ചെയ്തു, അല്ലാഹുവേ, ആരാണ് ഈ കിടക്കുന്നത്? അല്ലാഹുവേ, ആരാണ് ഈ കിടക്കുന്നത്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. സർവലോകത്തിനും അനുഗ്രഹമായ റഹ്മത്തായ മുത്തൊളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിന്റെ കഷ്ണമായ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് അല്ലാഹുവേ കിടക്കുന്നത്. അതുകൊണ്ട് ആ ഖബറിന്റെ അകത്ത് പൊന്നുമോളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയായ കരളിന്റെ കഷ്ണമായ മാണിക്യമുത്തിനെ നീ പരിഗണിക്കണേ അല്ലാ, നീ പരിഗണിക്കണേ അല്ലാ. ഖബറിന്റെ അകത്ത് അടക്കുമ്പോഴുണ്ടാകുന്ന ഭയാനകരമായ അവസ്ഥകൾ എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് നീ കൊടുക്കല്ലേ അല്ലാ. എന്റെ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് ഖബറിന്റെ അകത്ത് ആരംഭപ്പൂവിന്റെ പൊന്നുമോളായതുകൊണ്ട് സ്വർഗീയമായ പട്ടുടയാടകളെ നീ വിരിച്ചു കൊടുക്കണേ അല്ലാ. ആ സമയത്ത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നൊരു മറുപടി ഉണ്ടായി എന്നാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു പോയി. ഖബറിന്റെ അകത്തിരുന്ന് ഭയാനകരമായ ഒരു ശബ്ദം മുഴങ്ങിക്കേട്ടു, യാ അലിയു, അല്ലയോ അലിയേ, ഇത് അമലുകളെ അളന്നു നോക്കുന്ന ഖബറാണ് അലിയേ. ആരെ മോളായാലും ആരെ ഭാര്യയായാലും ആരെ ഉമ്മയായാലും ആരെ പെങ്ങളായാലും ആരെ മകളായാലും എന്താണോ ചെയ്തിട്ട് വന്നത് അതല്ലാതെ ഈ ഖബറിന്റെ അകത്ത് നമുക്ക് കൊടുക്കാൻ കഴിയില്ല അലിയേ. ഫാത്തിമ റളിയല്ലാഹു അൻഹ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഖബറിന്റെ അകത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രതിഫലങ്ങളായി സ്വർഗീയ ഉടയാടകളായി പാരാവാരം പോലെ പരന്നൊടുകുന്ന സ്വർഗീയ അരുവികളായി ആ ബർസഖ് ജീവിതത്തിൽ അല്ലാഹു കൊടുക്കുമരിയെ. നേരെ മറിച്ച് പാപിയാണ്, ദോഷിയാണെങ്കിൽ അവർക്ക് വേണ്ടി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന എല്ലാ അദാബുകളും ആ ഖബറിന്റെ അകത്ത് അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുമ്പോ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തളർന്നിരുന്നു പോയി എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാ. പക്ഷേ അവിടെ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ പോലെ അല്ലാഹുവിനെ മറന്നുപോയ നിമിഷങ്ങളില്ല. മോളെ കല്യാണത്തിന്റെ സമയമാകുമ്പോ പടച്ചോനെ മറന്ന് നിസ്കാരം കലാക്കി ആഡംബരത്തിന്റെ പേക്കൂത്ത് നടത്തുന്ന സ്വഭാവ സവിശേഷത ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു കൊടുത്തിരുന്നില്ല. പണം വരുമ്പോ, പദവി വരുമ്പോ, സൗഭാഗ്യങ്ങൾ വരുമ്പോ അള്ളാന്റെ പള്ളി മിനാരത്തിലെ ബാങ്കിനെയും റമളാനിനെയും ഒക്കെ ധിക്കരിച്ചുകൊണ്ട് മറന്നുകൊണ്ട് ആഡംബരത്തിന്റെ കോടാലി കൊണ്ട് പടച്ചവന്റെ ദിനിനെ വെട്ടിമുറിച്ചിരുന്ന സ്വഭാവം ഫാത്തിമ റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നില്ല. രാജകൊട്ടാരത്തിന്റെ പദവിയിലേക്ക് ചെറ്റക്കൂരയിൽ നിന്ന് അള്ളാഹു ഉയർത്തിക്കൊണ്ടുപോകുമ്പോ വിശന്ന വയറോടെ വന്നിടുന്ന പാവങ്ങൾ കൈനീട്ടുമ്പോ ആ പാവങ്ങൾക്കെതിരെ തിരിയാൻ ഫാത്തിമ റളിയല്ലാഹു അൻഹ മനസ്സ് കാണിച്ചിരുന്നില്ല. തനിക്കും തന്റെ കുടുംബത്തിനും കഴിക്കാൻ ബാക്കി വെച്ചിരുന്ന കാരക്കയുടെ ചീന്തുപോലും വന്നു നിന്ന് പൊട്ടിക്കരഞ്ഞ പാവപ്പെട്ട യതീമിന്റെ കയ്യിലേക്ക് എടുത്തു വെച്ചു കൊടുത്തവരാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണ് ലോകത്തിന്റെ തിരുദൂതര് ഇവിടുന്ന് വിട പറയുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞത്, എന്റെ പൊന്നുമോള് ഫാത്തിമ സുറാത്തു പാലം കടന്നു പോകുമ്പോ 70,000 ഹൂർലീങ്ങള് എന്റെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കൂടെ പോകുന്നതാണ്. സന്തോഷത്തോടെ സഹകാരികളായി എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരോട്, സഹോദരങ്ങളോട് പറയുകയാണ്, അവരൊക്കെ ഭൗതിക ലോകത്ത് നേടാൻ കഴിയുന്നതെല്ലാം നേടിയിട്ടു പോയവരാണ്. കൊയ്യാൻ കഴിയും